ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്നുള്ളത് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഹൗസ് വാമിങ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് തരുന്നത് എന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അറിയാനും ആഗ്രഹം ഉണ്ടാവും. അതൊരു മാമൂല് പോലെയാണ്, ഭാര്യ വീട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരിക, അങ്ങനെ ഇങ്ങനെ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാ. വ്ളോഗിൻ്റെ അകത്ത് പറയാം. അതുപോലെ തന്നെ എന്താണ് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് കാണണ്ടേ. എല്ലാ ദിവസവും രാവിലെ വിചാരിക്കുന്നതാണ് ഇതുപോലൊരു വ്ളോഗൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ഈ വ്ളോഗിൽ തന്നെ അധികം കണ്ടൻറ്റൊന്നും എടുക്കാൻ പറ്റുന്നില്ല. കാരണം റീനു ഇപ്പോൾ രാവിലെ തന്നെ പോകുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് അവൾക്ക് പബ്ലിക് എക്സാം ആണല്ലോ, +2ൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ 6:30ക്ക് സ്കൂളിലെത്തണം. വൈകുന്നേരം 6 മണി ആകുമ്പോഴേക്കൊക്കെ വീട്ടിലെത്തുള്ളൂ. സ്കൂളിൽ നിന്ന് തന്നെ അത്യാവശ്യം നന്നായിട്ട് ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒന്നും കൊണ്ടുപോകണ്ട കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കൂളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ മുട്ട മാത്രം പുഴുങ്ങി കൊടുത്താൽ മതി, അത് കഴിച്ചിട്ടുള്ള പോവും. പിന്നെ സ്കൂളിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ. ഇനിയിപ്പം റോസൂനാണ് സ്കൂളിലേക്ക് പോകാനുള്ളത്. അപ്പോൾ റോസൂന് ഇന്ന് മാക്രോണി മതി എന്ന് പറഞ്ഞു, പാസ്ത മതി എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്ത വേവിച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ചില്ലി ഗ്രേവി ഞാൻ തലേ ദിവസം രാത്രി ഉണ്ടാക്കിയതായിരുന്നു. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി, രാവിലെ ഈ ഒരു തിരക്കിനിടയിൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് ഇനി പാസ്തയിലിട്ടിട്ട് ചൂടാക്കേണ്ട വിചാരിച്ചിട്ട് പാസ്ത വേവിച്ചിട്ട് സെപ്പറേറ്റും അതിലോട്ട് ചിക്കൻ ചില്ലി ഗ്രേവി ഇങ്ങനെ ചിക്കൻ അടക്കം ഇങ്ങനെ വെച്ച് കൊടുത്തു. എല്ലില്ലാത്ത പീസ് ചിക്കൻ കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു സ്കൂളിൽ നിന്ന് കഴിച്ചപ്പോൾ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സാധാരണ ഞാൻ പാസ്റ്റക്കായിട്ട് ചിക്കനൊക്കെ വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കലാണ്. ഫ്ലാഗ് ഇതെന്താണ് ഫ്ലാഗ്? ജനഗണ ഫ്ലാഗാണ്. റോയി ഒറ്റക്ക് വരച്ചതാണ്. റോയിക്ക് ഇതൊക്കെ ഇങ്ങനെ അറിയാം. റോയി ഫുഡ് കഴിക്കും. റോയി ഫുഡ് കഴിക്കട്ടോ. ഫുഡ് കഴിക്കും. ആദ്യം ഫുഡ് കഴിക്കും. ഇല്ല. റൂയിൻ്റെ ആ ഒരു ചോദ്യം കണ്ടോ, സ്കൂളുണ്ടോ എന്നുള്ളത്. ഈ 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സായ കുട്ടികൾക്കൊക്കെ ആ ഒരു പ്രായമായിട്ടുണ്ടാവില്ല സ്കൂളിൽ പോകാൻ. അപ്പോൾ കിൻഡർ ഗാർഡൻ പോയിട്ടില്ല എന്നാണെങ്കിൽ കുട്ടികൾക്ക് ആ ഒരു മടി എന്തായാലും ഉണ്ടാവും. പിന്നെ പഠിക്കാനോ നമ്മൾ പഠിപ്പിച്ചു കൊടുത്താലും ശരിയാവില്ല. അപ്പോൾ ആൽബർട്ടോ എഡ്യൂക്കേറ്ററിനിപ്പം ആൽബർട്ടോ ജൂനിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൺലൈനായിട്ട് തന്നെ അവർക്ക് കളിയിലൂടെ പഠിക്കാം എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഞാനിപ്പം പറയാൻ വന്നിട്ടുള്ളത് റോസുവിൻ്റെ ട്യൂഷനെ പറ്റിയിട്ടാണ് കേട്ടോ. റോസു ഇപ്പം ആൽബർട്ടോ എഡ്യൂക്കേറ്ററിലാണ് ഓൺലൈൻ ട്യൂഷൻ പഠിക്കുന്നത്. പണ്ട് മുതലേ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം എക്സാമും കൂടി ആയപ്പോൾ ട്യൂഷൻ കുറച്ച് നേരത്തെ തന്നെയാണ്. അപ്പം വേഗം ഫുഡൊക്കെ കൊടുത്തിട്ട് ട്യൂഷനിൽ ഇരുത്തിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റൂഹിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ സ്കൂളിൽ പോകാൻ മടിയുണ്ടാവും. അവർക്കാണെങ്കിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അവർക്കൊക്കെ ആൽബർട്ടോ ജൂനിയർ കിൻഡർ ഗാർഡൻ കോഴ്സ് വളരെ യൂസ്ഫുൾ ആവും. കാരണം അതൊരു കാർട്ടൂൺ TV-യിൽ കാണുന്ന പോലെയായിരിക്കും അതിൽ ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കിൻഡർ ഗാർഡൻ കോഴ്സുകൾ മിസ്സായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും ആൽബർട്ടോ ജൂനിയർ കിൻഡർ ഗാർഡൻ കോഴ്സിൽ ജോയിൻ ചെയ്യിപ്പിക്കുക കേട്ടോ. അപ്പം നമുക്ക് ബാക്ക് ടു റോസുവിൻ്റെ ക്ലാസ്സിലോട്ട് പോവാം. റോസുവിൻ്റെ പോലെ തന്നെ എല്ലാ മക്കളും ഇപ്പം എക്സാം ചൂടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ മക്കൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും എല്ലാ സിലബസിലുള്ള കുട്ടികൾക്കും ഇതുപോലെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ ആൽബർട്ടോയിൽ ജോയിൻ ചെയ്യുക. കൂടാണ്ട് ഈ IGCSE സിലബസ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിലബസ് തന്നെയാണ്. അപ്പോൾ അതിൽ മക്കൾക്ക് എക്സാമിൻ്റെ സമയത്ത് അത്യാവശ്യം നല്ല ടെൻഷനായിരിക്കും. അതും ഇവിടെ ആൽബർട്ടോയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ, അവർക്കുള്ള ട്യൂഷനും. പിന്നെ നമുക്കിടയിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും 10th +2 എക്സാം ഒന്നും പാസ്സാവാത്തവർ. പക്ഷെ അവർക്ക് ഹയർ എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഹയർ ജോബ് വേണമെന്ന് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ആൽബർട്ടോ എഡ്യൂക്കേറ്ററിൽ സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. അതിനായിട്ടും നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൽബർട്ടോ എഡ്യൂക്കേറ്ററിൽ ഈ കോഴ്സുകളെല്ലാതും അവൈലബിൾ ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ മക്കൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് റോസ് പഠിക്കുന്ന ഇതുപോലത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം താല്പര്യമുണ്ട്, ഡെമോ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ ലിങ്ക്. ഇതാ യൂട്യൂബ് ഞാൻ മുമ്പ് ഷെയർ ചെയ്തതാണ്. ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യാമെന്ന്. ഇത് ഫ്രീ ഡെമോ ക്ലാസ്സിൻ്റെ ലിങ്കാണ് കേട്ടോ. നമ്പർ വേണ്ടവർക്ക് നമ്പറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഫ്രീ ഡെമോ ക്ലാസ്സിനായിട്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മക്കളുടെ സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളൊരു ഫോം വരും, അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഫ്രീ ഡെമോ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ആൽബർട്ടോ എഡ്യൂക്കേറ്ററിൽ ഇതുപോലെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ മക്കൾക്ക് കൊടുക്കാനായിട്ട് ഇനിയും വൈകിപ്പിക്കേണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഫ്രീ ഡെമോ ക്ലാസ് മിസ്സാക്കണ്ട കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഹോട്ട് ടോപ്പിക്കിലോട്ട് കിടക്കാം. അതായത് പൊതുവേ ഉള്ളൊരു നാട്ടുനടപ്പാണ്. നമ്മൾ ഭാര്യയും ഭർത്താവും കൂടിയായിരിക്കും വീട് വെക്കുന്നത്. പക്ഷേ ഭാര്യയുടെ വീട്ടിൽ നിന്ന് ആയിരിക്കണം വീട്ടിലേക്കുള്ള സകലമാന സാധനങ്ങളും കൊണ്ടുവരേണ്ടത് എന്നൊരു നാട്ടുനടപ്പ് നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ? അതൊക്കെ എടുത്തു മാറ്റേണ്ട ഒരു സമയം അതിക്രമിച്ച് കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ പറയൂ കേട്ടോ. പക്ഷേ കുറച്ചൊരു ഇപ്പോൾ എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കേസ് എടുക്കുകയാണെങ്കിലും അവർക്ക് അതൊരു നാണക്കേടാണ് കൊണ്ടുവന്നിട്ടില്ല എന്നാണെങ്കിൽ. ഞാൻ ഒരുപാട് പറഞ്ഞു വേണ്ട, കൊണ്ടുവരേണ്ട, അങ്ങനത്തെ ആവശ്യമില്ല എന്ന്. പക്ഷേ അത് മോശമാണ്, അത് വേണം, അങ്ങനെയാണ് നമ്മളെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ അവരാണ് കൊണ്ടുവരേണ്ടതെന്ന്. അതായത് ഭാര്യയും ഭർത്താവും കൂടിയാണ് വീടുണ്ടാക്കുന്നത്, പക്ഷേ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരേണ്ടത് ഭാര്യയുടെ വീട്ടിൽ നിന്ന്. എനിക്കറിയില്ല അതിൻ്റെ അത് എന്താ പറയുക, ആ ഒരു സീക്രട്ട് എന്താണെന്നുള്ളത്. ഇനിയെങ്കിലും നമ്മളതൊക്കെ ഒഴിവാക്കണം. കാരണം എനിക്ക് 3 പെൺകുട്ടികളാണ്. ഞാൻ എൻ്റെ കേസ് മാത്രമല്ല കേട്ടോ. ബുദ്ധിമുട്ടുള്ള കുറേ ആൾക്കാരുണ്ടാവില്ലേ? എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും അല്ലേ? ഇനിയുള്ള തലമുറ അങ്ങനെ ഒന്നും ആവില്ല എന്ന് വിചാരിക്കണം. എന്തായാലും എൻ്റെ വീട്ടിൽ നിന്നുള്ളത് ഞാനിത് വീഡിയോയിൽ കാണിക്കേണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ നാട്ടുനടപ്പ് അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പം എൻ്റെ ഉപ്പയും ഉമ്മയും കഷ്ടപ്പെട്ട് എനിക്ക് തന്നിട്ട് പിന്നെ ഞാൻ അത് തന്നില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇനി എല്ലാവരും അതുപോലെ വേണമെന്നൊന്നും പറയരുത് കേട്ടോ. ഓക്കെ, അപ്പം ഉപ്പയും ഉമ്മയും ഞങ്ങളെ വീട്ടിലോട്ടുള്ള ഫേർണിച്ചേഴ്സൊക്കെ അവിടെ വെച്ചിട്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേർണിച്ചേഴ്സ് ഒന്നും വേണ്ടല്ലോ നമ്മളെ വീട്ടിലോട്ട്. അപ്പം ഇലക്ട്രോണിക് സാധനങ്ങൾ, അതായത് AC, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് വീട്ടിൽ നിന്ന്, പിന്നെ സോഫ, അതൊക്കെയാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ നന്ദിലത്ത് ജിമാർട്ട്, ഗോപു നന്ദിലത്ത് ജിമാർട്ട് ഉണ്ടല്ലോ, അത് കോഴിക്കോട് മാവൂർ റോട്ടിലുള്ള അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും സാധനങ്ങൾ കാണുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ കോഴിക്കോട് വരെ പോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ കോട്ടക്കലിന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോഴിക്കോടുള്ള മാവൂർ റൂട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹുഡ്, ഹോബ്, അത് സാധനങ്ങളൊക്കെ കേട്ടോ. പിന്നെ ബാക്കി AC, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്നു. പിന്നെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഞാൻ UAE നിന്ന് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഉമ്മാക്ക് സമാധാനമില്ല, അത് വേണ്ടേ ഇത് വേണ്ടേന്ന്. ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റ് ഒന്നും ഫിക്സ് ആക്കിയിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ ഉമ്മാക്ക് അതൊക്കെ ഈ എന്താ പറയുക, ഇട്ട് വെക്കുന്ന പാത്രങ്ങളില്ലേ, അതൊക്കെ എപ്പോഴാവും വാങ്ങിക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ വാഷിംഗ് മെഷീൻ, ഇതൊക്കെ എല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീൻ ഞാൻ ഒരെണ്ണം UAE നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം താഴെ വെക്കാനും വേണം. അങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോഴും ഈ ഒരു സിസ്റ്റം പോയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോഴും നാട്ടിൽ ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു എന്നെല്ലാവരും ചോദിക്കുന്നുണ്ട്. എനിക്കത് മാറ്റണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഉപ്പാക്കും ഉമ്മാക്കും അതൊരു ആഗ്രഹമാണ് എനിക്ക് തരണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മാറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോയിൽ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. എന്തായാലും നാട്ടുകാർ ചോദിക്കും, ഇവിടെ എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെ തന്നെയാണ്. ഈ സിസ്റ്റം പോയിട്ടില്ല ഇതുവരെയായിട്ടും. നമ്മൾ സ്ത്രീധനം ഒഴിവാക്കിയ പോലെ ഈ ഒരു സംഭവം ഒഴിവാക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ധാരണ കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ കൊണ്ടുവരാം, നിർബന്ധമായിട്ടും കൊണ്ടുവരുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലേ, അത് ഒഴിവാക്കണം. കാരണം കഷ്ടപ്പെട്ട് ഹസ്ബൻഡും വൈഫും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് ഈ സാധനങ്ങൾ വാങ്ങിച്ചുകൂടാ? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം. പക്ഷേ എൻ്റെ വീട്ടുകാരോ ഇക്കാൻ്റെ വീട്ടുകാരോ പറയുന്ന രീതിയിലാവരുത് കേട്ടോ. ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറേ ആലോചിക്കും. ഞാൻ പറയുന്ന രീതിയിലല്ലായിരിക്കും കേൾക്കുന്ന വ്യൂവേഴ്സ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ടെൻഷനാണ്. അപ്പോൾ എന്തായാലും നന്ദിലത്ത് ജിമാർട്ടിൽ നിന്നാണ് ഞാൻ പറഞ്ഞല്ലോ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഒരുപാട് ഫ്രിഡ്ജിലും AC അങ്ങനെ കാര്യങ്ങളൊക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഇങ്ങനെ ആലോചിക്കാൻ നിന്ന് ആകെ മൊത്തം കൺഫ്യൂഷൻ ആവും. അപ്പം ഫ്രിഡ്ജ് ഞാൻ സാംസങ്ങിൻ്റെ എടുത്തിട്ടുള്ളത്, AC ഡെയ്ക്കിൻ്റെ എടുത്തിട്ടുള്ളത്. പിന്നെ പാത്രങ്ങൾ ഞാൻ പിന്നീട് വന്ന് നോക്കാമെന്ന് വിചാരിക്കുക. കാരണം ഓൾറെഡി നമ്മൾ UAE നിന്ന് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവിടെ ഉള്ളത് എന്തൊക്കെയാണ് അതേപോലെ തന്നെ വാങ്ങിക്കണ്ടല്ലോ. എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണ് എൻ്റെ അടുത്തുള്ളത് എന്നുള്ളത്. ഒക്കെ നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. ഉമ്മ അങ്ങനെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് വാങ്ങിക്കട്ടാന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണമെങ്കിൽ പിന്നെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് വാങ്ങിക്കാമല്ലോ, വെറുതെ എല്ലാം കൂടി വാരി വലിച്ച് കൊണ്ടാക്കണ്ട എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ. പിന്നെ TV ആണെങ്കിൽ 2 എണ്ണം നമ്മൾ UAE നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ വാങ്ങിക്കാം, പിന്നീട് വാങ്ങിക്കാം, ഇനിയും സമയമുണ്ട് നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ.
പിന്നെ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നല്ല. പക്ഷേ നന്ദിലത്തെ ജിമാർട്ടിനെ പറ്റി ഞാൻ പറയുവാണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഒരുപാട് ബ്രാൻഡ്സ് നമ്മൾ വേറെയും കുറേ ഷോപ്പുകൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ നല്ല റേറ്റാണ്. സെയിം ബ്രാൻഡ് ഇവിടെ റേറ്റ് കുറവുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരുപാട് കൂപ്പൺസ് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. അതായത് ഇപ്പം ചില്ലെക്സ് ഓഫർ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് 5 ടാറ്റ പഞ്ച് കാസ് കിട്ടാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. ജാനുവരി 31 വരെ വേറെ കുറേ സമ്മാന പെരുമഴയായിരുന്നു. അതിൻ്റെ ഒരു ഓഫറും കൂപ്പണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം ചില്ലെക്സ് ഓഫറാണ് ഇപ്പം ഇവിടെ നിലവിൽ നടക്കുന്നത്. അപ്പം നിങ്ങൾക്കിതുപോലെ വീട്ടുപകരണങ്ങൾ വാങ്ങിക്കാൻ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കൂപ്പൺ കിട്ടും. ഒരുപാട് പേർക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളായിട്ട്. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് ഉണ്ട്, അതൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടിയാണ്. അതായത് നന്ദിലത്ത് ജി മൊബൈൽസിൻ്റെ IT മാനേജറായിട്ടുള്ള ഹാഷ്മി മഷൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. അവരുടെ വക ഒരു സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ. ഹൗസ് വാമിങ്ങിനായിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. ഇത് പ്രൊമോഷണൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ, അവരൊരു സ്നേഹസമ്മാനമായിട്ട് തരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ വീഡിയോസിന് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. എപ്പോഴും അതിൽ അവരുടെ ഒരു കമൻറ്റ് ഉണ്ടാവും. ഹാഷ്മി മഷൂർ എന്നാണ് പേര്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അടുത്ത് തന്നെ ഫുഡ് കഴിക്കാൻ കയറി. പിന്നെന്താ, ഇവിടെ നിന്നാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് നമ്മുടെ വ്യൂവേഴ്സിനെ കണ്ടു കേട്ടോ. പല പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരായിരുന്നു. ശരിക്കും എപ്പോഴും ഞാനിങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട്. പക്ഷേ ചില ആൾക്കാരൊക്കെ ഭയങ്കര അടുപ്പത്തോടെ സംസാരിക്കുക കേട്ടോ. ഇത് ഞാൻ ഇവർക്ക് പ്രൊമോഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാവ് മേക്ക് ഓവർ സ്റ്റുഡിയോയിലെ ആളാണ് കേട്ടോ. അപ്പോൾ അവരെ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. മറ്റേ നമ്മൾ ഫോണിലൂടെയുള്ള സംസാരമില്ലേ. ചില സമയത്തൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട് കേട്ടോ, ഞാൻ ഭയങ്കര ലക്കിയാണെന്ന്. കാരണം മോളെ പോലെ അല്ലെങ്കിൽ അനിയത്തിനെ പോലെ അല്ലെങ്കിൽ സിസ്റ്ററിനെ പോലെ അങ്ങനെയൊക്കെ കാണുന്ന കുറേ ആൾക്കാരുണ്ട് എനിക്ക്. അത് ഭയങ്കര ഒരു അനുഗ്രഹം തന്നെയാണ്. ഇവരൊക്കെ ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ട ആൾക്കാരാണ്. ചിലരൊന്നും വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. നേരെ പോകുന്നത് നമ്മുടെ പുതിയ വീട് പണി നടക്കുന്നിടത്തേക്കാണ്. ഉമ്മ അവിടേക്ക് ഇപ്പം അടുത്തൊന്നും വന്നിട്ടില്ല, ഉമ്മ കണ്ടിട്ടില്ല. ഉമ്മ വീഡിയോയിലൂടെ മാത്രമേ കാണാറുണ്ടായിരുന്നുള്ളൂ. ഉമ്മക്ക് ഇങ്ങനെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, കുറേ കാലമായിട്ട് കാലിന് ഒരു വയ്യായിക ഉണ്ട്. അപ്പോൾ നടക്കുമ്പം ഇങ്ങനെ കയറ്റവും ഇറക്കമൊക്കെ നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഉമ്മ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ന് വീട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. പിന്നെ വീട്ടിലെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പം ഇറിഗേഷൻ ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ആൾക്കാരെ തന്നെ മീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് വേറെ ദിവസം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കാണിക്കാൻ കാരണം ഇവരാണ് നമുക്ക് ഇറിഗേഷൻ ഓട്ടോമേഷൻ ചെയ്യുന്നത് കേട്ടോ. എക്കോസ്മാർട്ട് സൊല്യൂഷൻസ് എന്നാണ് അവരുടെ ഷോപ്പിൻ്റെ പേര്. അതുപോലെ തന്നെ ഇവരുടെ പേര് സൈഫുദ്ദീൻ എന്നാണ്. ഞങ്ങളുടെ പുതിയ വീട്ടിലെ ഗേറ്റ് ഓട്ടോമേഷനും ഇറിഗേഷൻ ഓട്ടോമേഷനും ഈ എക്കോസ്മാർട്ട് ടീം തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവരെ സെലക്ട് ചെയ്യാൻ കാരണം ഞാൻ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് വീടുകളിൽ ഇവർ ചെയ്ത വർക്ക്സ് ഉണ്ട്. അപ്പം പിന്നെ നമുക്ക് എന്തായാലും വിശ്വാസമാണല്ലോ, ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആൾക്കാരും ഇവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ആ ഒരു വിശ്വാസം മതിയല്ലോ. ഇൻഷാ അല്ലാ. അപ്പോൾ എന്തായാലും ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കേണ്ട ഇൻഷാ അല്ലാ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീടൊക്കെ കണ്ട് തിരിച്ച് പോകുന്ന വഴി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊന്നും വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയപ്പം ആ ഒരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. എന്തായാലും ഹാഷ്മി മഷൂർ ഇക്കൊക്കെ ഒരുപാട് താങ്ക്സ്. ഇക്കാന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവരോട് താങ്ക്സ് അറിയിക്കുകയാണ്. എന്ത് സമ്മാനമാണെങ്കിലും നമുക്ക് നമ്മളറിയാത്തൊരു വ്യക്തികൾ നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നമുക്ക് ഗിഫ്റ്റ് അയക്കുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പം അവർ ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടേക്ക് പറഞ്ഞ് ഏൽപ്പിച്ച് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഗിഫ്റ്റാണ് കേട്ടോ. ഒരുപാട് സന്തോഷം. ആ ഗിഫ്റ്റ് കണ്ടോ, ബോച്ചയുടെ കുക്ക് വെയർ സെറ്റ്. ഇതും ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളായി. അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരു സംഭവമാണ്. ഫാബറിൻ്റെ ആണ്. അത് ഞാൻ യൂസ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ എൻ്റെ പ്ലാനിലുള്ളൊരു ഐറ്റമായിരുന്നു അത്. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനൊരു ഐറ്റം എന്തായാലും വേണം. കാരണം അത്രയുമാണ് ഇതിൽ അടിക്കുന്ന കീടനാശിനികളുടെ അളവ്. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റ് എന്തായാലും എനിക്ക് യൂസ്ഫുള്ളായി. പിന്നെ എല്ലാതും എനിക്ക് യൂസ്ഫുൾ തന്നെയാണ്. എന്ത് ഗിഫ്റ്റ് ആണെങ്കിലും ഒരുപാട് സന്തോഷം. അയച്ചെന്ന ആൾക്കും നമ്മുടെ യൂട്യൂബ് ഫാമിലിനോടാണ് ഒരുപാട് നന്ദി അറിയിക്കേണ്ടത്. കാരണം
യൂട്യൂബ് ഫാമിലി എന്ന് പറയുമ്പം വല്ലാത്തൊരു അടുപ്പാണ് അവർക്ക് എപ്പോഴും. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ താഴ്ത്തി പറയില്ല, പക്ഷേ ഇൻസ്റ്റഗ്രാമിലുള്ളവരെക്കാളും എന്നോട് കൂടുതൽ സ്നേഹമുള്ളത് യൂട്യൂബിലുള്ളവരാണ്. അപ്പം യൂട്യൂബിൽ നിന്ന് തന്നെയാണ് എനിക്കിതുപോലത്തെ പ്രൊമോഷൻസും ഒക്കെ വന്നിട്ടുള്ളത്. എന്നാലും ഒരുപാട് സന്തോഷം. ഈ ഒരു ഉരുളി കണ്ടോ, ഇതിൻ്റെ ലിഡ് അവർ അയക്കാൻ വിട്ടുപോയതാണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. ഗ്ലാസിൻ്റെ ലിഡ് ഫോട്ടോയിൽ കൊടുത്തിട്ടുണ്ട്, അയക്കാൻ വിട്ടുപോയത്. എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട് കേട്ടോ. നല്ല ചിക്കൻ വരട്ടിയതും ബീഫ് വരട്ടിയതൊക്കെ ഉണ്ടാക്കാൻ പറ്റും, നല്ല പാട്ട്. ഇത് ബോച്ചയുടെ നോൺ സ്റ്റിക്ക് കുക്ക് വെയറാന്ന് തോന്നുന്നു. ഇതൊന്നും പ്രൊമോഷൻ അല്ല കേട്ടോ, ഞാൻ ആ ബോച്ചയുടെ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ നോക്കിയതാണ്. എന്തായാലും അവരുടെ നോൺ സ്റ്റിക്ക് കുക്ക് വെയർസും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഗ്ലാസ് ബോളുകളാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. ഗിഫ്റ്റ് അയച്ചവർക്കും ഗിഫ്റ്റ് അയച്ച ആൾക്കും, ഹാഷ്മി മഷൂറിനും, പിന്നെ നന്ദിലത്തെ ജിയുമാട്ടിനും, അതുപോലെ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവരോടും താങ്ക്സ് അറിയിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ കേട്ടോ. ബൈ, താങ്ക് യു.